ഇന്ന് നമ്മോടൊപ്പം ഉള്ളതൊരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഹാപ്പിനെസ് എന്ന മരുന്നിനെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഇന്നത്തെ നമ്മളെ അതിഥി. മറ്റാരുമല്ല, ഹാപ്പിനെസ് കോച്ചിങ് അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആയിട്ടുള്ള ഷബ്ന സുൽത്താനാണ്. സമൂഹത്തിൽ ഒരുപാട് ആളുകളെ ഹാപ്പിനെസ് കോച്ചാക്കി ട്രാൻസ്ഫോം ചെയ്ത വ്യക്തി കൂടിയാണ് ഷബ്ന സുൽത്താൻ. നമുക്ക് മാമിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. മാം, ഇന്ന് ഹാപ്പിനെസ് കോച്ചിങ് എന്ന കൺസെപ്റ്റ് പല ആളുകൾക്കും പുതിയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് മാമിനെ കുറിച്ചും മാമിൻ്റെ ഈ ഒരു മിഷനിലേക്കുള്ള ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ള ഈ ഒരു മിഷനിലേക്കുള്ള യാത്രയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ ഒരു മേഖലയായിട്ടൊരു കണക്ഷനും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എൻ്റെ പ്രൊഫഷൻ വരുന്നത് IT ആണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ മെൻ്റൽ ഹെൽത്ത് വളരെയധികം ബ്രേക്ക് ആവുകയും എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുകയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സൗണ്ട് പൂർണ്ണമായിട്ട് പെട്ടിരുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വന്ന് ശേഷം എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഈ ഒരു ഈ ഒരു മെൻ്റൽ ഹെൽത്ത് നഷ്ടപ്പെടുന്നതിൻ്റെയും തിരിച്ചു കിട്ടുന്നതിൻ്റെയും ഒരു ഫെയിലിയറും അല്ലെങ്കിൽ ഒരു സക്സസ്സും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നീട് തുടർന്ന് സൈക്കോളജി ലെവലിൽ പഠിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് ഞാൻ എൻ്റെ ലൈഫിലൂടെ നേടിയെടുത്ത കുറച്ച് സംതൃപ്തി എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇന്ന് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല മീനിങ് ആണ്. യഥാർത്ഥത്തിൽ എന്താണ് ഹാപ്പിനെസ്? അതിനെങ്ങനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം? ഓക്കെ, ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, മൈൻഡിൻ്റെ ഒരു ഓക്കെ. അവസ്ഥയാണ്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടെയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ജനറേഷനിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറേയും കൂടെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഒരു പ്രോബ്ലം വന്നാൽ അവർക്കൊരു ഹെൽപ്പ് എടുക്കാൻ മടിയില്ലാത്ത കുട്ടികളാണ്. നമ്മളുടെ കുറച്ച് മുന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാം സഹിക്കുക, എല്ലാം ക്ഷമിക്കുക, ഈ രണ്ട് വാക്കിലായിരുന്നു എല്ലാവരും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുറേയും കൂടെ മെൻ്റൽ ഹെൽത്തിന് ഒരു അവയർനെസ് ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റികളുണ്ട്, സൊല്യൂഷൻസും ഉണ്ട്. അപ്പോൾ കുറേയും കൂടെ ആളുകൾ അവെയറാണ്. ഇതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ആയതിന് ശേഷം മാത്രമാണ് സൊല്യൂഷന് വേണ്ടി എത്തുന്നുള്ളൂ. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണോ എന്നുള്ളത് പ്രോബ്ലത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന പോലെ കുളിക്കുന്ന പോലെ എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മൾ ഹാപ്പിനെസ്സിലാണോ എന്നുള്ളത്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ഓരോ വ്യക്തികൾക്ക് മാത്രമേ അറിയുള്ളൂ ആള് ഹാപ്പി ആണോ എന്നുള്ളത്. എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അവരുടെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഹാപ്പിനെസ് എന്ന വാക്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് എന്നുള്ള ആ ഒരു വാക്കിലെ തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? ആ തെറ്റിദ്ധാരണയെ കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരാളുടെ ലൈഫ് പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും എന്ന് നമ്മൾ ധരിക്കും. അപ്പം നമ്മളാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് അവർ ഹാപ്പിയാണ് എന്നുള്ളത്. വലിയ കാറുണ്ടെങ്കിലോ വീടുണ്ടെങ്കിലോ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എങ്കിലോ അവർ ഹാപ്പി ആയിരിക്കണം എന്ന് പലപ്പോഴും നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. അത് സമാധാനമാണ്. സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഭക്ഷണം നല്ല രീതിയിൽ നമുക്ക് ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നന്നായി ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൂടെയുള്ളവരെ പരിഗണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ മനസ്സമാധാനമാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ പലരും കരുതുന്നത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തൊരു ലൈഫാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അങ്ങനെയാണോ? എന്താണ് ഒരു ഹാപ്പിനെസ്? പ്രോബ്ലം ഇല്ലാത്തൊരു ജീവിതമാണോ? ഒരിക്കലല്ല. ശരിക്കും നമുക്ക് പ്രോബ്ലം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും ഓരോ കഴിയില്ല. പ്രോബ്ലത്തിനെയും നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. സൊല്യൂഷനിലേക്ക് എത്തുമ്പോഴല്ലേ ഉം. നമ്മൾ ശരിക്കും വിജയിക്കുന്നത്. യെസ്, യെസ്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഇങ്ങനെ സക്സസ്സും ഉണ്ടായിരിക്കും, ഫെയിലിയറും ഉണ്ടായിരിക്കും, എല്ലാം കൂടി കടന്നു പോകണം. വിഷമം ഉണ്ടായിരിക്കും, സങ്കടം ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും ലൈഫിൽ. അതെല്ലാം കൂടിയിട്ടുള്ളത് തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ, അതായത് ഒരു എവറേജ് എബോവ് നമ്മൾ ആ സ്റ്റേറ്റിൽ ഉണ്ടെങ്കിലാണ് ഈ പ്രോബ്ലത്തെ ഒക്കെ നമുക്ക് സൊല്യൂഷനിലോട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ എത്ര വലിയ പരാജയം, ഇപ്പോൾ യുദ്ധം വന്നു, യുദ്ധത്തിൽ ആളുകൾ അതിജീവിക്കുന്നത് പലപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ ഉള്ളത് കൊണ്ടാണ്. യുദ്ധത്തിൽ പലപ്പോഴും നമുക്ക് ആ യുദ്ധത്തെ നേരിടാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളത് കൊണ്ട് നമ്മൾ ഓക്കെയാണ്.
അല്ലേ? മൈൻഡിന്റെ ഒരു കപ്പാസിറ്റിയാണ്, അതൊരു സ്റ്റേറ്റ് ആണ്. ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും അതിൽ നിന്ന് തിരിച്ചു വരണം. അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരണം എന്നുണ്ട് എങ്കിൽ അതിൻ്റെ സ്പീഡാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ് ആണ്. അല്ലാതെ പ്രോബ്ലം ഇല്ലാത്ത ഒരു ലൈഫും ഇല്ല. എല്ലാം മിക്സഡ് ആണ്. നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നം അതെന്തും ആയിക്കോട്ടെ. പല ആളുകൾക്കും ചിലപ്പോൾ പലതായിരിക്കും പ്രശ്നം. ചില ആൾക്ക് ചെറിയ കാര്യങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് അല്ലേ? എങ്ങനെ ഫാസ്റ്റായിട്ട് അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഇതിലൊരു മാം ചുരുക്കി പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഇന്നിപ്പോ ഒരുപാട് ആളുകളെ ഇപ്പം ഒരു മെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് കാര്യത്തിനാണ് ഇപ്പം സൈക്കോളജിസ്റ്റിനെയോ ആളുകളെ കാണിക്കുന്ന എന്ത് പ്രോബ്ലംസ് ആണ് ഇന്ന് കൂടുതൽ ആളുകൾ വരുന്നത്? കൂടുതൽ പേരും പറയുന്നത് സ്റ്റെക്കാണ്. ഫോക്കസ് ഇല്ലാത്ത പ്രോബ്ലം വരുമ്പോൾ, അതായത് നമുക്ക് നാളെ എന്ത് ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഹോപ്പും ക്ലാരിറ്റിയും ഫോക്കസും ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഓവർ തിങ്കിങ്ങും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ തുടക്കത്തിൽ നമുക്കറിയില്ല. ഉം, ഉം. ഇതിങ്ങനെ ഇരുന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ഹെൽപ്പ് തീർച്ചയായിട്ടും വേണം. ഉം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നത്, ഓക്കെ. സൈക്കോളജിസ്റ്റിനെ കാണുന്നതൊക്കെ. ഹോപ്പ്, അതായത് ഫോക്കസും ക്ലാരിറ്റിയും നമുക്ക് ഉണ്ട് എങ്കിൽ അവിടെ സക്സസ് ഉറപ്പായിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മുടെ ഒരുപാട് ആളുകൾ ഇന്ന് വളരെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഉം. കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉം. അപ്പൊ അങ്ങനെയുള്ള ആളുകളായാലും ശരി, അവർക്ക് ഹാപ്പിനെസ് അവർക്ക് ഒരു പ്രശ്നമാണ്. ഉം. ഹാപ്പി കാണാറില്ല. അവർ ചിലപ്പം സ്ട്രെസ് ആയിരിക്കും ജീവിതത്തിൽ ഉണ്ടാവും. എന്താ അതിന് കാരണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓക്കെ. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക? ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ ഒരു ക്യാഷ് കൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, സക്സസിനെ അളക്കുക. ഒരു പദവി, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്, വലിയ കാറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പല ആളുകളും എന്ത് ചെയ്യുക, ഹാപ്പിനെസ്സിനെ അളക്കുക. ഹാപ്പിനെസ്സിനെ അല്ല നമുക്ക് അളക്കാൻ പറ്റുക. അങ്ങനെ അളക്കുന്നത് നമ്മൾ സക്സസ് ആണ്. ഉം, അതായത് ഉം, ഉം, ഉം. നാട്ടുകാർ നമ്മളെ അവന് സക്സസ്ഫുൾ ആയി എന്ന് പറയണമെങ്കിൽ അയാളുടെ കണ്ണിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഉം, 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 ലൈഫ് ഉം. സ്റ്റൈല്, അവൻ്റെ പല കാര്യങ്ങളും, വീട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ലക്ഷറി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ ആളുകൾ പറയും അവൻ വിജയിച്ചു, സക്സസ്ഫുൾ ആണ് എന്നുള്ളത്. പക്ഷേ അത് സക്സസ് ആണ്, ഒരിക്കലും സംതൃപ്തിയല്ല. ഉം, ഉം. ആ പേഴ്സൺ സംതൃപ്തിയിലാവുമ്പോൾ മാത്രമാണ് അയാൾ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. സക്സസും ഹാപ്പിനെസ്സും രണ്ടും വ്യത്യാസമാണ്. സക്സസ് എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്നതും, ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആത്മസംതൃപ്തിയിൽ എത്തുന്നതുമാണ്. അതായത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. യെസ്. അപ്പോൾ നമ്മൾ ഈ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ളത് ഇപ്പം മെൻ്റലി ബ്രേക്ക് ഡൗൺ ചെയ്ത ആളുകൾക്കാണോ, അതല്ല ഡെയിലി ലൈഫിൽ നമ്മൾ പീസ്ഫുള്ളായി ജീവിക്കുന്ന ആളുകൾക്കും നമ്മളൊരു ഹാപ്പിനെസ് കോച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ടോ, അതോ മെൻ്റൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണോ? സത്യത്തിൽ ഹാപ്പിനെസ് എല്ലാവർക്കും വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഹാപ്പിനെസ്സിന് ഒരു അവയർനെസ് ഇല്ല. ഉം, ഉം. നമ്മളിപ്പോൾ സ്കൂളിൽ നമുക്ക് എന്താ പഠിപ്പിക്കുക? ലാംഗ്വേജസ് പഠിപ്പിച്ചു തരും. അതെ, അതെ. കോളേജിൽ പോകുമ്പോൾ നമുക്ക് കരിയർ പഠിപ്പിച്ചു തരും, അല്ലേ? ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും മൈൻഡ്ഫുൾ ആയിട്ട് പോകാനൊക്കെ നമ്മൾ ആരെ പഠിപ്പിച്ചു തരിക? അതെ, അതെ. എവിടെയാ പഠിപ്പിക്കുന്നത്? സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഇല്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ് റെവല്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഇതാണ് ഉദ്ദേശം. കാരണം നമ്മൾ എന്തൊരു കാര്യം പഠിച്ചെടുക്കുന്ന പോലെ ഒരു സ്കില്ലായിക്കൊണ്ട് നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതെല്ലാവരുടെയും അവകാശം കൂടിയാണ്. അപ്പോൾ മാം ഒന്ന് പറഞ്ഞു, ഒരു ഹാപ്പിനെസ് റെവല്യൂഷനെ കുറിച്ച് സംസാരിച്ചു. ശരിക്കും ഹാപ്പിനെസ് റെവല്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാപ്പിനെസ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ സത്യത്തിൽ അത് എൻ്റെ മനസ്സിലൊരു വലിയൊരു ആശയമാണ്. എൻ്റെ ലൈഫ് തന്നെ അതിലാണ് നിൽക്കുന്നത്. ഓക്കെ. ഏതൊരു മനുഷ്യനും ബ്രേക്ക് ആവുന്ന ഒരു നിമിഷത്തിൽ ആൾക്ക് ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അതായത് നമ്മളുടെ ഒരു എന്താ പറയുക, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 528 ഹെർട്സിലാണ് എങ്കിൽ അതൊരു ജോയുടെ ഒരു ഫ്രീക്വൻസിയാണ്. ജോയ് എന്ന് വെച്ചാൽ എൻജോയ് അല്ല, ജോയ് എന്നുള്ളത് മനസ്സിൻ്റെ ഒരു ലെവലാണ്. ആ ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് നന്നായി ചിന്തിക്കാൻ പറ്റുക. ഓക്കെ, നോർമലിലാണ് എങ്കിൽ ഒരു 18ഓ 20ഓ 30ഓ ഹെഡ്സിലായിരിക്കും. അപ്പോൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ് അതൊക്കെ ആയിരിക്കും ഗ്രാബ് ചെയ്യുക നമ്മൾ. പക്ഷേ ജോയ് എന്നുള്ളൊരു ഫ്രീക്വൻസിയിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കുറേയും കൂടെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ ഇതിങ്ങനെ തന്നെ, അതായത് ഓരോരുത്തർക്കും ഹാപ്പിനെസ് ആവശ്യമാണ്.
പക്ഷേ പലപ്പോഴും ഹാപ്പിനെസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു റിജക്ഷൻ മൈൻഡാണ്. അത് ഉണ്ടാവില്ല, എപ്പോഴും ഉണ്ടാവില്ല എന്നുള്ളത്. സത്യത്തിൽ ലൈഫിൽ ഹാപ്പിനെസ് എപ്പോഴും ഉണ്ട്. നമ്മളത് തിരിച്ചറിയാത്ത ഉം, ഉം, പ്രോബ്ലം മാത്രമേ ഉം. ഉള്ളൂ. നല്ല റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, പക്ഷെ അത് ബ്രേക്ക് ആയതിനു ശേഷമായിരിക്കും നമ്മളത് ഉം, തിരിച്ചറിയുന്നുണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ, യെസ്, യെസ്. പക്ഷെ എന്തെങ്കിലും അൺഹെൽത്തി സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് വേദനിക്കുക. നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ലൈഫ് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഒരു റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആരും തന്നെ ഒറ്റപ്പെട്ടു പോകരുത്. ഒരു യെസ്. ബ്രേക്ക് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ കേൾക്കാനും പരസ്പരം ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാനുമുള്ള ഒരു കൂട്ടം ആളുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് ചോദിക്കുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. അതെ, അതെ, അതെ. ഹാപ്പിനെസ് എന്നുള്ള ഒരു സ്കില്ലാണ്. അത് ഏതൊരു മനുഷ്യനും പഠിച്ചെടുക്കാൻ പറ്റും. ഏതൊരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നും അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് എത്താൻ പറ്റും. അതാണ് ഹാപ്പിനെസ് റെവല്യൂഷൻ്റെ ഓവറോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ളത് ഉം. ഒരു ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക? ഓക്കെ. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് നമ്മൾ ഹാപ്പിനെസ് കോച്ചായിട്ട് മാറാം. ഉം. സെക്കൻഡ് വൺ ഹാപ്പിനെസ് കോച്ചസിലൂടെ കോച്ചിങ് എടുക്കാം. രണ്ടും 2 വ്യത്യസ്ത രീതിയിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഹാപ്പിനെസ് കോച്ചാകുന്നതിലൂടെ സംഭവിക്കുന്നത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയും നമ്മുടെ ഫാമിലിയെ ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയും നമുക്കൊരു സെൽഫ് വെർത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് സൊസൈറ്റിയിലോട്ട് ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ആസ് എ ലൈഫ് കോച്ച് എന്നുള്ള ഒരു ലൈഫിൻ്റെ പർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ്. അതായത് കരിയർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള കരിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി അതല്ല, ഹാപ്പിനെസ് കോച്ചിങ്ങിലൂടെ ഒരു ഹാപ്പിനെസ് കോച്ചസിൻ്റെ സർവീസാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് കേൾക്കാനും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു ക്ലാരിറ്റി പാർട്ട്ണർ ആയിക്കൊണ്ട് അവർ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്ത് അതെല്ലാം അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് കുറേയും കൂടെ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആകാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ മാം ഒരു ഹാപ്പിനെസ് കോച്ചാണ്. അപ്പോൾ മാമിൻ്റെ ലൈഫിലും ഒരുപാട് ഒരു ബാഡ് മൂഡുകൾ അല്ലെങ്കിൽ ഒരു അൺഹാപ്പി മൊമെൻറ്റ്സുകളൊക്കെ ഉണ്ടാവും. ഉം. അപ്പോൾ അതിനെങ്ങനെയാണ് മാം നേരിടുന്നത്? അതിനെന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ ഡെയിലി ലൈഫിൽ വരുന്ന? അതിന് മാം എങ്ങനെയാണ് നേരിടുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവില്ലേ, വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ, ഉണ്ടാവും. സങ്കടം ഉം. ഉണ്ടാവില്ലേ? ഇത് മുന്നേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ വളരെ പീക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് എൻ്റെ സൗണ്ട് പോലും എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഇമോഷൻസിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ വിജയിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എനിക്ക് വിജയിക്കേണ്ടത്. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് അയൽ വീട്ടിൽ നിന്ന് മുന്നേ ഞാനൊരു ബഹളം കേൾക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യും. എന്താ അവരുടെ വീട്ടിൽ ഇത്ര ബഹളം, ആ പ്രശ്നമാണോ ഈ പ്രശ്നമാണോ. ഇപ്പോൾ ബഹളം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വ്യക്തിയുടെ ഒരു അവസ്ഥ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്നുള്ളത്. അതായത് അതെ. കൂടുതൽ ആളുകളെ എമ്പതിയോടുകൂടി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലോട്ട് അധികം നെഗറ്റീവ് തോട്ട്സുകളും കാര്യങ്ങളും വരുന്നില്ല. മാനിപ്പുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഉം. ഇനി ദേഷ്യം വന്നാലും അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആളുകളോട് നമുക്ക് എന്താ പറയുക, നന്നായി ക്ഷമ ചോദിക്കാനും പറ്റും. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിനെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഹാബിറ്റുകൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവുമോ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താ? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈഗോയാണ്. ഉം, ഉം, ഉം. ഈഗോ നമ്മളറിയാതെ തന്നെ നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു കാര്യമാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് ഈഗോയെ കാണാം. ഒന്ന് ഹെൽത്തി ഈഗോ, സെക്കൻഡ് വൺ ടോക്സിക് ഈഗോ. പലരും ഹെൽത്തി ഈഗോയിലൂടെ ലൈഫ് സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ പറയുമല്ലോ, ഇൻസൾട്ടാണ് മുരളി, എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതെ, എന്നായിരുന്നത്? ഇൻസൾട്ട് ആരുമണി ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനാ. ഇൻവെസ്റ്റ്മെന്റ്. അതെ, ഇൻവെസ്റ്റ്മെന്റ്. ഇൻസൾട്ട് ആണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അത് ഈഗോയാണ്. അത് ഹെൽത്തി ഈഗോയാണ്. നമ്മൾ സക്സസ് ആവും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റിലുള്ള ആളെ നമ്മൾ തോൽപ്പിക്കല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്നത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി, ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ സക്സസ്ഫുൾ ആവും. അതേ സമയം തന്നെ ടോക്സിക് ആയിട്ടുള്ള ഈഗോ ഉണ്ട്. അതെന്താ?
നമ്മിലോട്ട് നോക്കില്ല. എതിർ കക്ഷി തോൽക്കുന്നത് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരെങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ അവരെ പ്രയാസപ്പെടുത്താം, പരാജയപ്പെടുത്താം, അങ്ങോട്ടാണ് ഉം. സ്ട്രഗിൾ ചെയ്യുന്നത്, അങ്ങോട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അയാൾ പരാജയപ്പെടുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും. ക്ലിയർ? അപ്പോൾ ഈഗോയാണ് ഏതൊരു പേഴ്സണെയും നമ്മളറിയാതെ തന്നെ ഫെയിലിയർ ആക്കുന്നത്. ഇപ്പം ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു വണ്ടി വന്നു, ഞങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു, പക്ഷെ ആൾ കുറച്ച് സ്പീഡിലാണ് വന്നിരുന്നത്. പക്ഷെ അയാൾ ഞങ്ങളെ ഒരുപാട് ചീത്ത പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഉം, പക്ഷെ ഉം. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ മൈൻഡ് സെറ്റ് ഓഫ് ആവും. അതെ, അതെ, പിന്നെ കൂടെ തീർച്ചയായിട്ടും. ഉള്ളവർക്കും ഉം, ബുദ്ധിമുട്ടായിരിക്കും. ഉം. അപ്പം നമ്മൾ ഒന്ന് താഴ്ന്നു സോറി കൊടുക്കുക. പറയാ, അതെ, സോറി അതെ. പറയാ എന്നുള്ളത് മാത്രമേ. അപ്പോൾ സോറി പറയുമ്പോൾ അയാൾ അവിടെ ജയിച്ചു, യെസ്, യെസ്. അയാൾ വിജയിച്ചു. നമുക്ക് എല്ലായിടത്തും വിജയിക്കണമെന്നേ ഇല്ല. ഇല്ല. നമ്മളെപ്പോഴും നമ്മളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി നമ്മളിങ്ങനെ കാത്തുകൊണ്ടേയിരിക്കുക. ഉം, ഉം. ചിലയിടത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് തോറ്റു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. തയ്യാറാവണം. അത് തന്നെയാണ് സക്സസ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾക്ക് ഓക്കെ ആയി. അയാൾ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. നമുക്ക് ഇങ്ങോട്ട് വരാനും സാധിച്ചു. ഓക്കെ. നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന ആളുകൾക്ക് പല ആളുകളും പല മെന്റൽ സ്ട്രഗിളിങ് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഉം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് എന്താ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുക? എന്താണ് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്? അവന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ഉം. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുക മറ്റുള്ളവരുടെ ലൈഫിൽ അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു, അവരെന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ എന്ന്. അതില്ല, അത് അവിടെ നിർത്തിക്കോളൂ. നിങ്ങൾ ഞാനും ആദ്യം നമ്മളുടെ ലൈഫിനെ കുറിച്ച് പഠിക്കുക. നമ്മളുടെ പരാജയത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം 1% ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ചെയ്യാതെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുക. സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ലൈഫിൽ സക്സസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും കമ്പാരിസൺ വളരെ കൂടുതലാണ് ഇപ്പോൾ, അല്ലേ? പല ആളുകളിപ്പം സ്ത്രീകളായാലും ചിലപ്പം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എക്സ്പെക്റ്റേഷനും കമ്പാരിസണും ഭയങ്കരമായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ശരിക്കും ഈ ഒരു ഹാപ്പിനെസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കുറക്കാനുള്ള കാരണമായിട്ട് കാണുന്നുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു കേസ് വന്നിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ഒരു വിഷമത്തിലാണ് വന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അവരുടെ ലൈഫിൽ മുന്നേ പ്രോബ്ലം ഒന്നുമില്ല. കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ലൈഫിൽ മുന്നേ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2-3 വർഷമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ. അപ്പോൾ പിന്നെ നമ്മൾ റൂട്ട് കോസ് എടുത്തപ്പോൾ സർപ്രൈസുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഉം, ഭാര്യയുടെ ഉം, ഉം, പരാതി. എന്നെ പരിഗണിക്കുന്നില്ല, സർപ്രൈസുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഉം. എനിക്കൊരു വിഷമമായി യെസ്, പോവാണ്. യെസ്. അതെ, അതെ. അപ്പോൾ ഇതിലൊരു കാര്യമേ ഉള്ളൂ, നമ്മൾക്ക് ഗിഫ്റ്റ് വേണമെന്നെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനോട് തലേ ദിവസം പറയുക, എൻ്റെ ബർത്ത്ഡേ ആണ്, നമ്മളുടെ ആനിവേഴ്സറി ആണ്, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. നമ്മൾ യെസ്. തുറന്ന് ചോദിക്കുക, എക്സ്പെക്റ്റേഷൻ. അല്ലാതെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ പറയില്ല. അറിയില്ല. സെക്കൻഡ് പേഴ്സൺ ഇത് അറിയില്ല. ഉം, ഉം. എന്നിട്ട് നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഉം, ഉം. പ്രയാസാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ അതെ. ഓപ്പൺ ഒരുപാട് ആയിട്ട് കാണാറുണ്ട്. ചോദിക്കുക, കിട്ടിയാൽ ഓക്കെ. അതുപോലെ നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായ കാര്യം, ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഭയങ്കര കമ്പാരിസൺ ആയി ഉം, തുടങ്ങി. ഉം. അതായത് ഒരു ഫാൻറ്റസി വേൾഡിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സ്ട്രഗിളായി പിന്നീട്. അപ്പോൾ ഭർത്താവിനോട് നിരന്തരമായിട്ട് ഇത് പറയുക. അപ്പോൾ എന്താ ചെയ്ത്, ഈ പാർട്ട്ണർ ഇവരുടെ ഇടയിൽ ഭയങ്കര ഒരു ഗ്യാപ്പ് വന്നു തുടങ്ങി. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം ഉം, ഭർത്താവിനും, ഉം, ഉം. ഭാര്യ പറഞ്ഞത് കേൾക്കുന്നില്ല എന്നുള്ള ഭാര്യയ്ക്കും ഭയങ്കര വിഷമമായി യെസ്. തുടങ്ങി. അപ്പോൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഗ്യാപ്പായി തുടങ്ങി. വലിയൊരു ഗ്യാപ്പിലെത്തിയിട്ട് ഡിവോഴ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റിലെത്തുമ്പോഴാണ് നമ്മളുടെ അടുത്തോട്ട് വരുന്നത്. പക്ഷേ പതിയെ ഹീൽ ചെയ്ത് പല കാര്യങ്ങൾ അവരിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ രണ്ടുപേർക്കും ഈ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റി തുടങ്ങി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ മാത്രം മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് ലൈഫിനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഇപ്പം ലൈഫിൽ സ്നേഹിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടാറുള്ളത്. എല്ലാവർക്കും അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഈ സ്നേഹവും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഒരു എന്താണ് ഒരു ബന്ധമുള്ളത്? ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, ഹബീബിനെ ഒരാൾ സ്നേഹിക്കുമ്പോൾ ഹബീബിന് എന്താ ഫീൽ ചെയ്യുക? ഹാപ്പിനെസ് അല്ലേ? തീർച്ചയായിട്ടും ഓക്കെ. ഹാപ്പിനെസ്. ആ ഒരാൾ തന്നെ ആ സ്നേഹം വേണ്ടെന്ന് വെക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുക? ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക, പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ടാവും. അതെ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ലവ് ആണ്. ലവ് ഒരു ഹൈ എനർജിയാണ്. ഹൈ എനർജി എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുമ്പോൾ
ഒരു പേഴ്സണെ ആയിരിക്കും പലപ്പോഴും നമ്മളെ മനസ്സിലോട്ട് വരിക. അത് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ മാറ്റേണ്ട അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരൊറ്റ പേഴ്സണെയാണ് നമുക്ക് മനസ്സിലോട്ട് വരുന്നത്. സ്നേഹം എന്നുള്ളതൊരു ഹൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ കൊടുത്താലും അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഹ്യൂമനിൽ നമ്മൾ, അതായത് വേറൊരു പേഴ്സണിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അലേർട്ട് ആവണം, പോസിറ്റീവായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ നിന്ന് തിരിച്ച് എന്ത് കിട്ടിയാലും നമ്മളത് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു എന്താ പറയുക, മെൻ്റൽ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം സ്നേഹം കൊണ്ട് നമ്മൾ എത്ര സന്തോഷിച്ചിട്ടുണ്ടോ അതിനേക്കാൾ 10,000 മടങ്ങ് വേദനിക്കാനുള്ള 100 പോസിബിലിറ്റീസ് സ്നേഹത്തിൽ ഉണ്ട്. അപ്പോൾ സ്നേഹം കൊടുക്കുന്നിടത്ത് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ലൈഫ് ജാക്കറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഇൻ കേസ് അത് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ തകരാതിരിക്കാനുള്ള. യെസ്. നമുക്കിപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്കിപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഹാപ്പിനെസിൻ്റെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ, എന്തെങ്കിലും ടൂൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഈശ്വരനോട് പോലും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട, ഇനിയും വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എപ്പോഴും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ പരാതികളായിരിക്കും കൂടുതൽ പറയുന്നുണ്ടായിരിക്കുക. നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ബ്ലെസ്സിങ്ങുകളുണ്ട്. ആ ബ്ലെസ്സിങ് നമ്മൾ തിരിച്ചറിയുകയും ഒന്നുമില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡിൽ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ജേർണൽ എഴുതുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ മനസ്സിലാവും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഒരു പീസ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കാൻ, ഒരു സംതൃപ്തി എന്ന് പറയില്ലേ, സംതൃപ്തിയിൽ എത്താൻ നമുക്ക് പറ്റും. ആ സംതൃപ്തിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫുൾഫില്ലാകും. പിന്നെയുള്ളതൊക്കെ ബോണസാണ്. പിന്നെ നമ്മൾ എന്ത് നേടിയെടുക്കുന്നത് ബോണസാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതൊരു ഹൈ എനർജിയാണ്. നമ്മളുടെ മൈൻഡിനൊരു അക്കൗണ്ട് ഉണ്ട്, മൈൻഡ് ബാങ്ക് അക്കൗണ്ട്. ആ മൈൻഡ് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നമ്മൾ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, ഇതുപോലുള്ള ഈഗോ, അതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊരു പ്രോബ്ലം കാണുമ്പോഴും എന്തൊരു കാര്യം നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഈ മൈൻഡിൽ പോയിട്ടാണ് ഇതിൻ്റെ റിപ്ലൈ കിട്ടുക. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ്, ഇങ്ങനെ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് റിപ്ലൈയും ആ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് വരും, ഏത് ചെയ്യേണ്ട, ഇതിലാകെ പ്രശ്നമുണ്ട്, അവരിങ്ങനെയാക്കും ഇങ്ങനെയാക്കും. നമ്മൾ നെഗറ്റീവ് ഓവർ തിങ്കിങ് വരും, നമ്മളവിടെ ബ്ലോക്ക് ചെയ്യും. അതേസമയം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മൈൻഡിൽ വളരെയധികം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോഴോ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴോ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് കുറേയും കൂടെ നമ്മളുടെ മൈൻഡിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് റിപ്ലൈ തരുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസ് ആയിരിക്കും. അപ്പോൾ അതേ സമയം നമുക്ക് കുറേയും കൂടെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. കൂടെയുള്ളവരെല്ലാവരും നമ്മളെ പരിഗണിച്ചിട്ടോ കൂടെയുള്ളവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടോ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടെയുള്ളവരെങ്ങനെയായിരുന്നാലും നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെ പരിഗണിക്കുക, മറ്റുള്ളവരെ തിരിച്ചറിയുക, എമ്പതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പം മാം, നമുക്ക് ഒരാളെ സ്നേഹിച്ചാൽ ഇപ്പം ഹാപ്പി മാത്രമല്ല, ചിലപ്പോൾ അവിടെ ഒരു പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഒരാളെ നമ്മളൊരു ഹെൽത്തി ആയിട്ട് സ്നേഹിക്കാൻ പറ്റുക? ഓക്കെ, ഗ്രേറ്റ്. ഹബീബ് മാരീഡ് ആണോ? യെസ്, അതെ, മാരീഡ്. ഓക്കെ, ലവ് മാരേജ് ആണോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാപ്പിനെസ്സും ഉണ്ടായിരിക്കും, സാഡും ഉണ്ടായിരിക്കും ലൈഫിൽ പലപ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ ഹബീബിനോടൊരു കാര്യം ചോദിക്കട്ടെ. ആദ്യം ഹബീബിന് ആ കുട്ടിയോട് സ്നേഹമാണോ തോന്നിയത്, ഇഷ്ടമാണോ തോന്നിയത്? ഇഷ്ടമാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാണ്. ഓക്കെ, സ്നേഹവും ഇഷ്ടവും തമ്മിൽ രണ്ടും വ്യത്യാസമാണ്. മറ്റുള്ള പെൺകുട്ടികളോട് ഒന്നും തോന്നാത്തൊരു ഇഷ്ടം ഈ കുട്ടിയോട് തോന്നിയില്ലേ? ഓക്കെ, പക്ഷെ മറ്റുള്ള പെൺകുട്ടികളോടും ഒക്കെ സ്നേഹം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് വ്യത്യാസമുള്ളത്. എനിക്കിപ്പോൾ ഹബീബിനോട് സ്നേഹമാണ് ഉള്ളത്, ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് സ്നേഹമാണുള്ളത്, പക്ഷെ ഇഷ്ടമല്ല. ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യലാണ്. അപ്പോൾ ഈ രണ്ടും വ്യത്യാസമാണ്. നമുക്ക് അൺകണ്ടീഷണലായിട്ട് ആളുകളെ സ്നേഹിക്കാൻ പറ്റും, തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഹെൽത്തി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇഷ്ടം എന്ന് പറയുമ്പോൾ സ്നേഹത്തേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ട് നമ്മൾ ടൈമും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തിരിച്ച് കിട്ടുക തന്നെ വേണം. അപ്പോൾ സ്നേഹവും ഇഷ്ടവും രണ്ടും വ്യത്യാസമാണ്. നമ്മളെ ഇതുവരെ അറിയാത്ത ഒരാളെ പോലും നമുക്ക് പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ അബ്ദുൽ കലാമിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടില്ല. ഇഷ്ടമല്ലേ? അതെ, അല്ല സോറി, തീർച്ചയായിട്ടും. സ്നേഹമല്ലേ? ഉം, ഉം, നമുക്ക് ഉം. സ്നേഹമാണ്. കാരണം നമുക്ക് ബഹുമാനവും സ്നേഹമൊക്കെയാണ്. അങ്ങനെ ഒരുപാട് വ്യക്തിയെ നമുക്ക് സ്നേഹമാണ് ഉള്ളത്. പക്ഷേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങളെ ഒരാൾ നല്ല രീതിക്ക് വേദനിപ്പിച്ചു എന്ന് കരുതുക. ഓക്കെ. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും. ഉം, ഉം, ഉം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരു ഓക്കെ. ഹ്യൂമൺ എന്നുള്ള രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും പറ്റും. അപ്പോൾ സ്നേഹിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളുടെ ഉള്ളിൽ അവരോടുള്ള ദേഷ്യവും പകയൊക്കെ കുറയും. അപ്പോൾ നമ്മൾ ഓക്കെ ആയി. ക്ലിയർ? അവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇഷ്ടപ്പെടാനാണ് കഴിയാത്തതുള്ളൂ. ഉം, ഉം. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അളന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്നേഹമാണോ ഇഷ്ടമാണോ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. തിരിച്ചു കിട്ടും എന്നുള്ള ഉറപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം മാം, ഈ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഇപ്പം കൂടുതൽ മെന്റൽ സ്ട്രഗിൾ ചെയ്യുന്നത്? ആരാണ് കൂടുതൽ മെന്റലി കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. ആ, കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും സ്ത്രീകളാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഉം. ഓക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ കണക്കുകൾ പറയുന്നത് പുരുഷന്മാർക്കാണ് എന്നാണ്. കാരണം ആ ഒരു വ്യക്തി ടീനേജ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് പിന്നെ കരിയർ അത് കഴിഞ്ഞ് ഫാമിലി അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കൂടുതൽ പുരുഷന്മാരിൽ കണ്ടുവരുന്നത്. ജോലി, അതിനോടൊപ്പം ഫാമിലി, കുട്ടികളുടെ ലൈഫ്, EMI, മറ്റുള്ള ബാധ്യതകൾ, ഉം. വീട് വെപ്പ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ലൈഫ് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ട് പോകേണ്ട ആ ഒരു മോൾഡിലോട്ട് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥയിലോട്ടാണ്. അതേ ടൈം ആരും തന്നെ ഈ ഒരു പ്രൊഫൈലുള്ള വ്യക്തിയോട് ചോദിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ, നീ ഓക്കെ ആണോ എന്ന് പലരും ചോദിക്കുന്നില്ല. ഈ ബാധ്യതകളും ഭാരങ്ങളൊക്കെ എന്താ പറയുക, ക്ലിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സൂപ്പർമാൻ ആണ് എന്നുള്ളൊരു ധാരണയാണ് പലപ്പോഴും ഫാമിലിയിൽ ഒരു പുരുഷന് അനുഭവിക്കുന്ന കാര്യങ്ങൾ. എസ്പെഷ്യലി ഒരു ബിസിനസ് ഓണറൊക്കെ ആകുമ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഫ്രെയിമിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ചലഞ്ചസോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടെ ഉണ്ട്. അക്കൗണ്ടബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഇഷ്യൂസ് അടക്കം. അപ്പോൾ സ്ത്രീകളെക്കാൾ ഒരുപാട് മെൻ്റലി ബ്രേക്ക് ആവുന്നത് പുരുഷന്മാരാണ്. കാരണം ഇവർക്ക് കുറേയും കൂടെ അത് ഹീൽ ചെയ്യുക എങ്ങനെയെന്ന് പോലും അറിയുണ്ടാവില്ല. സ്ത്രീകൾ കുറേ കരയും, കുറേ മറ്റുള്ളവരോട് ഓപ്പണായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അടുത്ത കണക്കെടുപ്പുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ 25 വയസ്സിന് 40 വയസ്സിന് ഇടയിലുള്ള ഉം. കൂടുതൽ ആളുകൾക്കാണ്, പുരുഷന്മാർക്കാണ് സംഭവിക്കുന്നത്. കൂടുതൽ ഇതിൽ കണ്ടുവരുന്നത് സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതെല്ലാം പിന്നെ ജോലിഭാരവും കൂടെ കൂടുമ്പോഴുണ്ടാകുന്ന വിഷയങ്ങളാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെക്കാൾ കൂടുതൽ കാണാതെ 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 പ്രയാസപ്പെടുന്നത്, സ്ട്രഗിൾ അനുഭവിക്കുന്നത്, മെൻ്റലി സ്ട്രഗിൾ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പല ടീനേജേഴ്സും ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഈ ഒരു അവർ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ എന്തൊക്കെയായിരിക്കും? നമ്മളെ ടീനേജേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പാരൻസിനുള്ളൊരു കാര്യം, എൻ്റെ കുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട്. രണ്ട് ഭാഗത്തും ഉണ്ട്. ഉം, ഉം. അപ്പോൾ ഞാൻ അനുഭവിച്ച് വളർന്നിട്ടുള്ളത് കുറേ കഷ്ടപ്പാടിലാണ്. ഇവർക്കിപ്പോൾ എല്ലാ സൗകര്യമുണ്ട്, ഫോണുണ്ട്, TV ഉണ്ട്, ഉം. നല്ല സൗകര്യങ്ങളിൽ അവർ ഫെസിലിറ്റികളുണ്ട് എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവരനുഭവിക്കുന്ന ഒരുപാട് സ്ട്രഗിളുണ്ട്. അത് പാരൻസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കുറേയൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കേസ് എടുത്തു വന്നപ്പോൾ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെയുള്ളൊരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, മാം, എൻ്റെ പാരൻസ് എന്നോട് സംസാരിക്കാറില്ല, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാറില്ല. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊന്ന് ഭക്ഷണം വാരി തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് തടിച്ച കുട്ടിയായതുകൊണ്ട് എന്നെ എപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യായിരുന്നു എന്നുള്ള. ആ കുട്ടിയുടെ ട്രോമ വളരെയധികം പെയിൻഫുള്ളാണ്. ക്ലിയർ? അപ്പോൾ എപ്പോഴും പറയുന്നത്, നിനക്ക് ഒരു വലിയൊരാളെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്നാണ്. ഈ കുട്ടി ആഗ്രഹിക്കുന്നത് പാരൻസിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനും അവരുടെ ഒരു കെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ലോൺലിനെസ് ആണ് പലപ്പോഴും കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നാൽ പോലും അനുഭവിക്കുന്നത്. ഈ പഠന വൈകല്യമുള്ള കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കമ്പാരിസൺ ചെയ്തിട്ടും ഇവരെ ഫീസ് അടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒക്കെ കുട്ടികളെ ഒരുപാട് മെൻ്റൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ കുട്ടിക്ക് ഒരു ചെറിയ ബ്രേക്ക് വരുമ്പോൾ ഇത് ഓപ്പണായിട്ട് സംസാരിക്കാനോ ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണോ എന്നുള്ള ആ ഒരു അവസ്ഥ ഇല്ല.
ഇവരാകെ കൂടി ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സിനോടായിരിക്കും. ഈ ടൈമിലാണ് ഫ്രണ്ട്സ് ഒരു പക്ഷേ സജസ്റ്റ് ചെയ്യുന്നത് പല രീതിയിലുള്ള സൊല്യൂഷൻസ്. പലപ്പോഴും ഇങ്ങനെയുള്ള ടീനേജിലുള്ള കുട്ടികളുടെ ഫ്രണ്ട് സർക്കിളുകളിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ ഡ്രഗ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സുലഭമായിട്ട് ഉപയോഗിക്കുന്നത്. എസ്പെഷ്യലി ഇതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. കുട്ടികൾ പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ കിട്ടുന്നില്ല. ഓക്കെ. അതേ സമയം തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇപ്പോൾ ഒരു ഓവറായിട്ട് ഈ ഒരു സമയത്ത് ഡിപ്രഷൻ എന്നുള്ളത് ഒരു പനി പോലെയുള്ളൊരു സംഭവമായി മാറി. ആ, ചെറിയൊരു കാര്യം വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാണ്, ഡിപ്രഷൻ. എനിക്ക് ആങ്സൈറ്റിയാണ്. നമ്മളിപ്പോൾ പനി വരുമ്പോൾ ഇപ്പോൾ ഡോളോ അല്ലെങ്കിൽ എന്തായിരുന്നു അത്? പാരസിറ്റമോള്. പനി വരുമ്പോൾ പാരസെറ്റമോൾ എടുക്കുന്ന പോലെ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് എനിക്ക് ഡിപ്രഷനാണ് എന്ന് ധരിക്കുകയാണ്. ഉം, ഉം, ഉം. യഥാർത്ഥത്തിൽ അതൊന്നല്ല ഉം, ഡിപ്രഷൻ. ഉം. കാരണം കുട്ടികൾ അതങ്ങനെ മനസ്സിലാക്കുകയാണ്. അപ്പം ഈ ടീനേജേഴ്സ് ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങൾ കൂടെയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ചെറിയ പ്രായം മുതൽ ഇവർക്ക് ഇമോഷൻ ഇൻ്റലിജൻസും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ അവരവരായിട്ട് നമ്മൾ അംഗീകരിക്കുക. വേറൊരു മോൾഡിലോട്ട് നമ്മൾ മാറ്റാതെ അവർ തന്നെയാണ്. അവരുടെ കുറവുകളും അവരുടെ എന്ത് കഴിവുകളുണ്ടെങ്കിലും അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. മാം, ഹാപ്പിനെസ് ഒരു സെൽഫ് ലവും കൂടെ ആണല്ലോ. അപ്പോൾ അതൊരു സെൽഫിഷ്നെസ്സിന്റെ ഒരു അംശം കൂടെ അതിൽ വരുന്നുണ്ടോ? വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ എന്നെയും പരിഗണിക്കുന്ന ഒരവസ്ഥയാണ്. ഉം, ഉം, ഉം. അതായത് അതെ. മറ്റുള്ളവരെ പോലെ എന്നെയും പരിഗണിക്കുക. ഒരു പ്രയോറിറ്റിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തുക. എന്നെയും കൂടെ ഞാൻ സ്നേഹിക്കുക. എനിക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻസ് എടുത്തു തുടങ്ങുക. ഇതൊക്കെയാണ് സെൽഫ് ലവ്. സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യം നടക്കണം, പക്ഷേ മറ്റുള്ളവർക്ക് എന്തായാലും കുഴപ്പമില്ല. അതായത് ഉം, മെയിൻ ഉം, ഉം. പ്രയോറിറ്റി എനിക്ക് മാത്രം എന്നുള്ളതാണ്. സെൽഫ് ലവ് അങ്ങനെയല്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെയും കൂടെ പ്രയോറിറ്റി യെസ്. ചെയ്യുക എന്നുള്ളതാണ്. ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ എന്നെ തന്നെ, എൻ്റെ കുറവുകൾ ഉണ്ടായിരിക്കും, അത് ഉം. ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനൊരു സ്റ്റെപ്പ് എടുക്കുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ എൻ്റെ ബോഡി അത് ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനത് കഴിക്കുന്നു. ഇതൊക്കെ ഒരു സെൽഫ് ലവ് ആണ്. പക്ഷേ സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ കഴിച്ചിട്ട് തീർത്ത് വെക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരു എക്സാമ്പിൾ ഉം, ആയിട്ട് ഉം, ഉം, പറഞ്ഞതാണ്. ഉം, ഉം. യെസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും കൊടുത്ത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്ത് ഞാനൊരു ഉമ്മയല്ലേ, കുട്ടികൾക്കൊക്കെ കൊടുക്കലാണല്ലോ നല്ല ഉം, ഉമ്മയുടെ ഒരു ഉം. ഉത്തരവാദിത്തം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഇവരൊന്നും എന്നെ പരിഗണിച്ചില്ലല്ലോ എന്നുള്ളത്. ഓക്കെ. ആ, ആ, ആ. അതിന് പകരം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പീസ് ഞാനും കൂടെ കഴിക്കുന്നു, ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ എന്നെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവരും കൊടുത്തിട്ട് ഉള്ളിലൊരു വിഷമോ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു പോയിന്റ് ഉണ്ടായിരിക്കും. യെസ്. സെക്കൻഡ് ടൈം ഞാൻ എന്നെ കൂടെ പരിഗണിക്കുന്നു. അപ്പോൾ സെൽഫ് ലവ് വരുന്ന സമയത്ത് നമുക്ക് കംപ്ലൈൻറ്റുകൾ കുറവായിരിക്കും, ഉം. ഈഗോ കുറവായിരിക്കും, ഗിൽറ്റ് കുറവായിരിക്കും. പക്ഷേ സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വാർത്ഥതയാണ്. ഉം. അതിൽ മറ്റുള്ളവർ വേദനിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മുടെ സക്സസ് റേറ്റ് കുറവായിരിക്കും. നമ്മുടെ സമാധാനത്തിൻ്റെ റേറ്റ് കുറവായിരിക്കും. നമുക്ക് പലപ്പോഴും ഗിൽറ്റ് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ രണ്ടും വ്യത്യാസമാണ്. സെൽഫ് ലവ് ഉള്ള സ്ഥലത്താണ്, സെൽഫ് ലവ് ഉള്ള സമയത്താണ് നമുക്ക് സമാധാനം ഉണ്ടായിരിക്കുക. സെൽഫിഷ്നെസ്സും രണ്ടും വ്യത്യാസമാണ്. അത് പലപ്പോഴും ഈ റീലുകളിൽ എൻ്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് സെൽഫ് ലവ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു ഉം, ആ ഉം. ഒരു എന്താ പറയുക, ഒരു അവെയർനെസ് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, സെൽഫ് ലവ് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അതൊരിക്കലും എല്ലാതും ഈ റീലിൽ കാണുന്നത് സെൽഫ് ലവ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പലതും സെൽഫിഷ് സെൽഫിഷ്നെസ് ആണ്. തന്നെയാണ്. ഉം, ഉം. അപ്പോൾ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ പലപ്പോഴും പാരൻസിന്റെ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ചുറ്റുപാടൊന്നും ശ്രദ്ധിക്കാതെ എന്ത് ചെയ്യാറുണ്ട്? അപ്പം അവർക്ക് ഫ്രീഡം, ഉം. അത് ശരിക്കൊരു സെൽഫിഷ് അല്ലേ? സെൽഫിഷ്നെസ്സിന്റെ ഒരു ഭാഗമല്ലേ? തീർച്ചയായിട്ടും ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി ടീനേജിലുള്ള അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് എത്ര തന്നെ ഫ്രീഡം കൊടുത്താലും ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നല്. തോന്നലായിരിക്കും. അതായത് ഈ പട്ടത്തിന്മേലുള്ള നൂലിലുള്ള പട്ടം പോലെയാണ് ഉം, അവരുടെ ഒരു ഉം, അവസ്ഥ. ഉം, ഉം. എത്ര ദൂരെ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് ഫ്രീഡം ഉം. ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു പ്രായം വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷെ ഈ പട്ടം പൊട്ടിപ്പോയാലോ,
അതെ, അതെ, അതെ. ആ ലൈഫ് ഒരു അങ്ങനെ എന്താ അപകടാവും. പറയാ, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത മുന്നോട്ട് പോലെയാവും. പോകുന്ന അവസ്ഥയായിരിക്കും. പല കുട്ടികളെയും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രായം കഴിഞ്ഞാല് ഇവർക്ക് ഇത് ഗിൽറ്റ് വന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരവസ്ഥ. അതിപ്പോ കരിയർ ബ്ലോക്ക് ആയിക്കോട്ടെ, പഠനത്തിലോ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, പലപ്പോഴും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും ഈ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ്റെ ഉള്ളിൽ ഫ്രീഡം കിട്ടുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ഉള്ളൂ. അല്ലാതെ ഫുൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല. ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കൂടെ ഇപ്പൊ നമ്മള് കാണുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇപ്പോൾ ആളുകളുടെ ഇടയിലൊക്കെ ഉള്ള ഇപ്പം പല ഹാബിറ്റുകൾ, ഇപ്പം പല കുട്ടികളും പല ആ, ഒരു മയക്കുമരുന്നിന് അടിമയാകുന്ന പ്രശ്നങ്ങളൊക്കെ, അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത് ശരിക്കും ഹാപ്പിനെസ്സിൻ്റെ കുറവ് മൂലമാണോ പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടുന്നത്? ഇതിൽ ഇപ്പൊ നമ്മള് ഡ്രഗ്സിന്റെ കാര്യം ഉം. പറയുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഡ്രഗ്സിൽ മാത്രമല്ല, ഏതൊരു മനുഷ്യനും ഒരു ഫെയിലിയർ ആയി അല്ലെങ്കിൽ അവർ ആയതിന്റെ ശേഷം നമ്മൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ പോയിന്റ് ചെയ്യുക. ഉം. പക്ഷെ അത് എടുക്കാനുണ്ടായ അല്ലെങ്കിൽ അവൻ അത് ചെയ്യാനുണ്ടായ ഒരുപാട് റൂട്ട് കോസുകൾ അവൻ്റെ ഉള്ളിലുണ്ട്. ഉം. ഇപ്പൊ ഞാനൊരു ഒരു കേസ് പറയുകയാണെങ്കിൽ 32 വയസ്സുള്ള ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി. അയാൾക്ക് മന്ത്ലി സാലറി വരുന്നത് 5 ലാക്ക് പ്ലസ് ആണ്. ഉം. ഉം. ഓക്കെ. പക്ഷേ പെട്ടെന്ന് എനിക്ക് ഒരു റെഫറിലൂടെ വന്നതാണ്. ആ ഓക്കെ. കേസ് വരുന്നത് ആള് ഒരു വർഷമായിട്ട് നിരന്തരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആളുടെ കേസ് എടുത്തു നോക്കിയപ്പോൾ ആളവിടെ വല്ലാത്ത ഫെയിലിയറായി, ജോലിയിൽ പ്രോബ്ലമായി, റിലേഷൻഷിപ്പിൽ പ്രോബ്ലമായിട്ട് ആൾ നാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ പറയുന്നത്, ഞാൻ നാട്ടിലെത്തി, എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, വൈഫും ഫാമിലിയൊക്കെ അവിടെയാണല്ലോ, വൈഫ് ഇങ്ങോട്ട് പറഞ്ഞയച്ചു, ഞാൻ കംപ്ലീറ്റ് നിർത്തി. പക്ഷേ ഹോട്ടലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. 3 ദിവസമായിട്ട് ഞാനിത് കഴിക്കുന്നില്ല. പക്ഷേ ഫുള്ള് എനിക്ക് തീരെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയതെന്ന്. അങ്ങനെയായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൂട്ട് കോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത്, അവരുടെ ചൈൽഡ്ഹുഡിൽ എപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രോബ്ലമാണ്. ഉമ്മയും ഉപ്പയും എപ്പോഴും പ്രശ്നങ്ങളാണ്, വഴക്കുകൾ, വീട്ടിലെ വഴക്കുകൾ എല്ലാം നിരന്തരമായിട്ട് ഉം. ഉം. നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹവും പരിഗണനയും അപ്രീസിയേഷനും ഒന്നും ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കുട്ടി നന്നായി പഠിച്ചിരുന്നു. അവരുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി നോക്കിയിരുന്നു. പിന്നീട് ജോലി കിട്ടി, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഇവരുടെ ഫാമിലി ലൈഫും അടിപൊളിയായി. ഉം. പക്ഷേ ഈ ഈ ഈ വ്യക്തിക്ക് വൈഫിനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയോ? ഇല്ല. ആ വൈഫിൻ്റെ വീട്ടുകാർ വൈഫിനെ പരിഗണിക്കുന്നുണ്ട്. വൈഫിനെ പരിഗണിക്കുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിനെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് വൈഫിനോട് ദേഷ്യം വരും. ദേഷ്യമല്ല, ഒരു തരം നമുക്ക് പറയില്ലേ, എന്താ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയാ, അസൂയ എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥ. പിന്നീട് ഇവർ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് പഠിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോ നിരന്തരമായി കാണാൻ തുടങ്ങി. പാരൻസ്, ഇങ്ങനെയുള്ള പാരൻസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ അതിൽ ഇയാൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയുള്ള പാരൻറ്റിങ്ങിൽ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കാണ്, യെസ്, ഇതൊക്കെ എനിക്കുണ്ടല്ലോ, എനിക്ക് ഫിയർ ഉണ്ടല്ലോ, എനിക്ക് ആങ്സൈറ്റി ഉണ്ടല്ലോ, എനിക്ക് പബ്ലിക്കിനെ നേരിടാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. അതിൽ അയാൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉം. കൂടുതലാണ് ഉം. എന്ന്. യെസ്. യെസ്. അപ്പോൾ ഓൾറെഡി ആളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു തോട്ടാണ്, ഞാനിത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ആൾ നല്ല നോളജ് ഉള്ളൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത്. 1 വർഷം ആൾ ഉപയോഗിച്ചു. പിന്നീട് ആൾക്ക് മനസ്സിലായി ആളുടെ ഫാമിലി ലൈഫ് പ്രോബ്ലം ആയി വരുന്നുണ്ടെന്ന്. വൈഫിനോട് ഓപ്പണായിട്ട് സംസാരിച്ചു. വൈഫ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ആൾ ഓക്കെ ആയി. നോർമലായി. അപ്പോൾ 32 വർഷമായിട്ട് പോലും ഇവരുടെ ചൈൽഡ്ഹുഡിലുള്ള പാരൻറ്റിങ്ങിലുള്ള പ്രോബ്ലം ഇത്രയും വർഷമായിട്ട് ആളുടെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആളുടെ ഉണ്ട്. ലൈഫ് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. ഉം. നമ്മൾ കാണുന്നത് എന്താ, ഇത്രയും വലിയൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്ചര്യമായിരിക്കും. പക്ഷെ അതിന് പുറകിൽ പാരൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ ഒരിക്കലുമില്ല. വിശ്വസിച്ചേ മതിയാകൂ. പലപ്പോഴും റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് അത് ഒരുപക്ഷെ പാരൻറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്പിൽ
പാർട്ട്ണറുമായിട്ടുള്ള പ്രോബ്ലത്തിലൂടെയൊക്കെ ആയിരിക്കാം പലപ്പോഴും ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രഗ്സിലോട്ട് വരുന്നത്. എല്ലാ മനുഷ്യന്മാരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത് സ്വന്തമായിട്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും പിയർ ഗ്രൂപ്പിൻ്റെ ഒക്കെ സജഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോസിലൂടെയൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഡ്രഗ്സിലോട്ട് ആളുകൾ എത്തുന്നത്. പിന്നീട് ആ ഹാപ്പിനെസ് അവിടുന്ന് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്കത് വിട്ടുപോരാൻ പറ്റില്ല. ഓക്കെ, ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലേ? അതുപോലെയാണ് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹാപ്പിനെസ് ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇഷ്ടമായിരിക്കും. കാരണം ഈ ഡ്രഗ്സിനേക്കാൾ ഒരു ഹാപ്പിനെസ് വേറെ കിട്ടാനില്ല അവർക്ക്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ പിന്നീട് ഈ നെർവ് സിസ്റ്റത്തെ ഇത് ബാധിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനൊന്നും പറ്റില്ല. ഒരു ഹെൽപ്പ് മെന്റലി അത് പുറത്തുനിന്ന് എടുത്തിട്ട് വേണം നമുക്ക് പിന്നെ തിരിച്ചു വരാൻ. ഹാപ്പിനെസ് കോച്ചിങ് അക്കാഡമി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു അക്കാഡമി വഴി ആളുകളിലേക്ക് എത്തിക്കുന്നത്? ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു മോട്ടീവ് എന്താണ്? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇതിലോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഫെയിലിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ പ്രശ്നത്തെയൊക്കെ മറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിൽ നിന്നൊക്കെ സൊല്യൂഷൻ ഉണ്ടാകാൻ പറ്റുമോ, ലൈഫിൽ ഇനി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ. അതായത് ഒക്കെ തകർന്നിക്കണ എന്നുള്ള ഒരു സിറ്റുവേഷന് പലപ്പോഴും നമുക്ക് ഉം, ഉണ്ടാവില്ലേ. ഉം, ഉം, പക്ഷെ ഉം. അതിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റുക. ക്ലിയർ? അപ്പോൾ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ആദ്യമേ തന്നെ സക്സസ്ഫുൾ ആവുന്ന ഒരു കാര്യമില്ല. ഉം. ഫെയിലിയറിൽ നിന്ന് നമ്മളൊരു ആക്ഷൻ എടുത്താൽ മാത്രമേ ഈ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് അല്ലെങ്കിൽ പ്രൗഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലോട്ട് ഏതൊരു മനുഷ്യനും എത്താൻ അതെ, സാധിക്കുകയുള്ളൂ. അതെ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ലിസണിങ് എന്ന് പറയുമ്പോൾ മുൻവിധികളില്ലാതെ ആളുകളെ കേട്ടിരിക്കുക, അവരെ ഹീൽ ചെയ്യുക, എംപവർ ചെയ്യുക, വർക്ക്ഷോപ്പുകൾ ചെയ്യുക, ഒരു വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ സെഷൻ ആയിക്കോട്ടെ, ആളുകളുള്ള എല്ലാ ഇടങ്ങളിലും നമുക്ക് അവരുടെ ഇമോഷൻസ് കുറച്ചും കൂടെ പോസിറ്റീവാക്കി കൊണ്ടുവരാനും അവിടെ ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ മനുഷ്യനും ഹാപ്പിനെസ് ഒരു സ്കില്ലായിട്ട് പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വിവിധ രീതിയിലുള്ള പ്രോഗ്രാമുകളായിട്ട് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ലോക മലയാളികളിലേക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളെ പോഡ്കാസ്റ്റ് കാണുന്ന പല ആളുകൾക്കും ഒരു ഹാപ്പിനെസ് കോച്ച് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നമ്മൾ HC ആയിട്ട് എങ്ങനെ അവർക്ക് കണക്ട് ചെയ്യുക? അതിലെനിക്ക് പറയാനുള്ളത് നമ്മുടെ സർവീസുകൾ വരുന്നത് കുറേയും കൂടെ ലിസണിങ്, ഹീലിംഗ്, എംപവർമെൻറ്റ് പ്രോഗ്രാമുകളാണ്. ആ, അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഹാപ്പിനെസ് കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതെ. എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ് കോച്ച് ആവുക എന്നുള്ളത്. ഇത് എൻ്റെ മിഷനാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു പർപ്പസാണ്. ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഉം. ലോകം മുഴുവൻ ആളുകളിലേക്ക് എനിക്കിപ്പോൾ ഒരു ഹാപ്പിനെസ് സ്കില്ലാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഇല്ല. അപ്പോൾ എന്നേക്കാൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് കോച്ചസിനെ ക്രിയേറ്റ് ചെയ്യണം, അതൊരു നല്ല കരിയർ ആക്കണം, പ്രൗഡായിട്ടുള്ള ഒരു പ്രൊഫഷൻ ആക്കണം എന്നുള്ള ആ ഒരു മിഷനിലൂടെയാണ് നമ്മൾ ഹാപ്പിനെസ്, ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് സ്കിൽ ഡിപ്ലോമ ഇൻ ഹാപ്പിനെസ് സർട്ടിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ പ്രൗഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആവശ്യമുള്ളൊരു മേഖലയാണ് ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. 2035 വരെ ഏറ്റവും കൂടുതൽ ഒരു വളർച്ചയുള്ളൊരു മേഖലയാണ് കോച്ചിങ്, മെൻ്റൽ ഹെൽത്ത് എസ്പെഷ്യലി. അപ്പം നമ്മൾ പ്രോബ്ലം ഉള്ളവരെ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ ആളുകളിലേക്കും ഈ സ്കിൽ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കോച്ചസിനെ വാർത്തെടുക്കുക. യെസ്, നല്ല കഴിവുകളുള്ള കോച്ചസിനെ വാർത്തെടുക്കുക. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, എല്ലാ ആളുകൾക്കും ഹാപ്പിനെസ് കോച്ച് ആകാൻ സാധിക്കില്ല. കുറച്ച് എമ്പതിയുള്ള അല്ലെങ്കിൽ ഒരു പർപ്പസ് ആയിട്ടുള്ള ലൈഫിൽ കുറച്ചും കൂടെ പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കുറേ ഫെയിലിയർ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണം. അതായത് പെയിനെ ഒരിക്കലും പ്ലഷർ ആക്കാനുള്ള ഒരു പ്രൊഫഷനും ഇന്ന് നാട്ടിലില്ല. അതേസമയം ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഫെയിലിയർ ഉണ്ടായിക്കോട്ടെ, എന്ത് ബ്രേക്ക് ആയിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ എന്ത് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ പെയിനെ എല്ലാം നിങ്ങൾക്ക് ഹീൽ ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണ് എങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പ്രൗഡായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ലൈഫ് കോച്ച് ആകാൻ സാധിക്കുകയും ആ ഒരു പെയിനെ നിങ്ങൾക്ക് പ്രൊഫഷനാക്കി മാറ്റിയിട്ട് പ്ലഷറാക്കി കൊണ്ടുവരാൻ
സാധിക്കും. അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരിയറാണ്. കാരണം ഫ്രീ ടൈമിൽ നമുക്ക് നമ്മളുടെ സമയത്തിനനുസരിച്ച് നമ്മളുടെ എന്താ പറയുക, നമ്മളെവിടെയാണോ ഇരിക്കുന്നത്, അതായത് ഓൺലൈനായിട്ടും ഓഫ്‌ലൈനായിട്ടും സർവീസുകൾ നമുക്ക് ഓ ചെയ്യാവുന്നതാണ്. ഓ ഓക്കെ. ഏറ്റവും ഈസി ആയിട്ട്, പക്ഷേ എന്നാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയറാണ് ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ്. നമ്മൾ ഈ വർഷം 300 കോച്ചസിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ് സക്സസ്ഫുൾ ആണ്. ഓക്കെ. ഇതിപ്പോൾ കൂടുതലും ഓൺലൈൻ ത്രൂ മാത്രമായിട്ട് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ, അതോ ഓഫ്ലൈനും കൂടെ അതിൽ വേണ്ടി വരുമോ, അതോ രണ്ടും കൂടെ മിക്സ്ഡ് ആണോ അല്ല, നമ്മളിപ്പോൾ ഓൺലൈനാണ് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഉദ്ദേശിക്കുന്നത്? ലോകം മലയാളികളെയാണ് നമ്മൾ ഫോക്കസ് ഓക്കെ ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുകെയിൽ നടക്കാൻ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. ഓ ഓ അപ്പോൾ കംപ്ലീറ്റ് ഓൺലൈനാണ്. പക്ഷെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരുപാട് ടൂൾസുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. കുറേ തിയറി അല്ലെങ്കിൽ പണ്ടുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഈ കാലഘട്ടത്തിൽ എന്ത് വേണം, സൈക്കോളജിയുടെയും കോച്ചിങ്ങിൻ്റെയും കൗൺസിലിങ്ങിൻ്റെയും ഒരു ഫ്യൂഷനായിട്ടാണ് ഒരു സിലബസ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ 6 മന്ത് ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ ആസ് എ കംപ്ലീറ്റ് ഒരു കോച്ചായിക്കൊണ്ട് ഇൻഡിവിജ്വലായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കൂടെ തന്നെ നിർത്തിയിട്ട്, അല്ലെങ്കിൽ പല കോഴ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് വളരാൻ പറ്റില്ല. ഒരു കണക്ഷൻ ഓക്കെ ഓക്കെ. എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ടായിരിക്കും. പക്ഷെ അതല്ല, ഹാപ്പിനെസ് ലൈഫ് കോച്ച് 6 മന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വളരാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കരിയറിൻ്റെ കൂടെ ഏതൊരു കരിയറിലുള്ള ഒരു വ്യക്തിക്കും മനസ്സമാധാനം ഇഷ്ടമില്ലാത്ത ആളുകൾ ഇല്ല ഉണ്ടാവില്ലല്ലോ. ഇല്ല. പിന്നെ HR ഒക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ്, ആളുകളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, സെയിൽസിൽ ഹെഡ്, യെസ് അങ്ങനെ ഡോക്ടേഴ്സ്, യെസ്. എല്ലാവരും ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഉം. നമ്മളിത് പഠിക്കുമ്പോൾ നമുക്ക് കുറേയും കൂടെ ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മളുടെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനും കൂടെ പറ്റുന്നുണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് കൂടെ ഞങ്ങൾക്ക് ലൈഫ് പഠിത്തം. ഒന്നും കൂടെ അടിപൊളിയായിട്ട് ആർക്കും കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അതെ. വർക്ക് ലൈഫ് ബാലൻസ് എന്നതിനേക്കാൾ ഉപരി വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷൻ പറ്റുന്നുണ്ട്. രണ്ടും നമുക്ക് പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പലപ്പോഴും നമ്മൾ എന്താ പറയുക, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്ന് പറയും. അതെ, ഹാപ്പിനെസ് കേൾക്കാറുണ്ട്. ലൈഫ് കോച്ചിൽ വരുമ്പോൾ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഏത് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ എടുക്കേണ്ടേ, അവിടെ ഒരു പ്രോബ്ലം ഇല്ലേ, അത് സോൾവ് ചെയ്യേണ്ടേ എന്നുള്ള ഒരു തോന്നലുണ്ടായിരിക്കും. ഹാപ്പിനെസ് ലൈഫ് കോച്ച് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സിറ്റുവേഷനും നിങ്ങളുടെ കംഫർട്ട് സോണിലോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് കുറേയും കൂടി ഈസിയാണ്. ഒരുപാട് ഓൺലൈനിൽ ഒരുപാട് കോഴ്സുകൾ, ഇപ്പം ഹാപ്പിനെസ് ആവട്ടെ, മറ്റൊരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ എല്ലാത്തിനും സർട്ടിഫിക്കേഷൻ പല ആളുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കേഷൻ്റെ ഒക്കെ ഒരു ഓതൻറ്റിസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംഗീകാരം എത്രത്തോളം എന്നുള്ള അറിയില്ല. അപ്പം നമ്മുടെ HCAക്ക് ഹാപ്പിനെസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് കൊണ്ടുവന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റി, അതായത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഹാപ്പിനെസ് ലൈഫ് കോച്ചിങ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും എസ്പെഷ്യലി കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കോഴ്സുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പലരും അതിൽ ജോയിൻ ചെയ്തിട്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒരു സ്കില്ലാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വലായിട്ട് വളരാൻ പറ്റുന്നില്ല. പലരും ബ്രേക്കാണ്. അത് കാരണം തന്നെ വീടുകളിൽ നിരന്തരമായിട്ട് വിഷയങ്ങളും ഉണ്ടാകുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ ഒരുപാട് ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് പലപ്പോഴും ഞാൻ പോലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഞാനോ എൻ്റെ സ്ഥാപനമോ എന്നതിനേക്കാൾ ഉപരി അവർക്ക് എവിടെ പോയാലും അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള. യെസ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് നിൽക്കാൻ കഴിയും, എൻ്റെ കോച്ചസിന് നിൽക്കാൻ കഴിയണം എന്നുള്ളത് എനിക്ക് വളരെ വളരെ ഒരു നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒരു കോഴ്സ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും കോച്ചസിനും അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പുറത്തു പോകുമ്പോഴൊക്കെ ഒരു സ്കില്ലാണ് എങ്കിൽ, ഇപ്പോൾ അത് ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും, പക്ഷേ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ സർട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ടായിരിക്കും. അതെ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സ് വെച്ചിട്ടാണ് അതെ 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 ചെയ്യുന്നത്. പഠിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിയുള്ള സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുകയും വേണം, അതിനോടൊപ്പം സർട്ടിഫൈഡ് ആകുകയും വേണം.